സാറേ, ഈ വിൽപത്രം എന്ന് പറയുന്നത് അതിന്റെ ആവശ്യകത എന്താണ്, അതിന്റെ പ്രാധാന്യം എന്താണ്, എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്താണെന്നുള്ളത് ഒന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന്, ഒരുപാട് അറിയാത്തവർ കാണുമല്ലോ ഇതിനെപ്പറ്റി, സാറിന്റെ വിലയേറിയ അഭിപ്രായം ഒന്ന് ഷെയർ ചെയ്യാം. നമുക്കിപ്പോൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമുക്ക് ഈ വിഷയത്തെ പറ്റി മറുപടി പറയാനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ രാജീവ് കെ സാറാണ്. അദ്ദേഹം കൊട്ടാരക്കര തൃക്കണ്ണമംഗലം സ്വദേശിയാണ്. സാർ ഒരു ചിന്തകനും രാഷ്ട്രീയ നിരൂപകനും ഒക്കെയാണ്. അതുപോലെ അതിലുപരിയായിട്ട് 32 വർഷമായിട്ട് വളരെ പ്രഗത്ഭനായ ഡോക്ടറാണ്. ENT വിഭാഗമാണ് സാർ കൈകാര്യം ചെയ്യുന്നത്. ഈ വർഷത്തെ ജനകീയ ഡോക്ടർ ബഹുമതി നേടിയിട്ടുള്ള ആളും കൂടിയാണ് സാർ. അപ്പം എല്ലാ വിഷയങ്ങളും സുവിശേഷം എല്ലാം സാർ അത്യാവശ്യം കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയങ്ങളാണ്. അപ്പോൾ വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വിഷയമായതുകൊണ്ട് ഈ വിഷയം ഇന്ന് നമ്മുടെ വിഷയമായിട്ട് തിരഞ്ഞെടുക്കും. വിൽപത്രം അല്ലെങ്കിൽ ഓഹരി എന്നുള്ളതിനെ പറ്റി. അപ്പോൾ വിൽപത്രങ്ങൾ തയ്യാറാക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് സാറേ, എങ്ങനെയാണ്? ഗ്ലോറി ടു ഗോഡ്. ഇന്ന് എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്നതായിട്ടുള്ള ബഹുമാനപ്പെട്ട രാജി സഹോദരനുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്ന് ഒരുപാട് ആൾക്കാർ കടന്നു വന്നിട്ടുണ്ട്. അവരോടെല്ലാം കേൾക്കത്തക്കവണ്ണം എനിക്ക് ചില മറുപടികൾ പറയാനുണ്ട്. കഴിഞ്ഞ 58 വർഷക്കാലമായിട്ട് ഞാൻ അനേക വീടുകളിലൊക്കെ കടന്നു പോവുകയും ഡോക്ടറായിട്ടും അല്ലാതെ സാമൂഹ്യ പ്രവർത്തനത്തിനൊക്കെ കടന്നു പോവുകയും ചെയ്തതായിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ അനേക വേദനാജനകമായ അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പല കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് വിൽപത്രം. ഈ വിൽപത്രം എന്ന് പറയുന്നത് ഭാഗപത്രം എന്ന് പറയും. ഈ വിൽപത്രം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ 50 വയസ്സ് അല്ലെങ്കിൽ 55 വയസ്സ് കഴിഞ്ഞ് കണിശമായി എഴുതി വെക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് വിൽപത്രമില്ലാതെ എടാ നിനക്ക് സ്വത്ത്, പിന്നെ കോടതി ഇടപെട്ട് നിനക്ക് സ്വത്ത് അത്രയും എടുത്തോ, നിനക്ക് കുറഞ്ഞു പോയി, ഇപ്പുറത്തെ ആൽമാതിരം അപ്പുറത്താണ് നിൽക്കുന്നത്, തേക്കന്തര ഇപ്പുറത്താണ് എന്നൊക്കെ പറഞ്ഞ് ഈ കോടതി കൂടെ പോയി 10-12 വർഷം എടുത്തിട്ട് ഓഹരി കിട്ടുന്നതിനേക്കാൾ നല്ലത് നീ 50-55 വയസ്സാകുമ്പോൾ നിന്റെ പേരിലുള്ള വസ്തു അത് ഭാഗം വെച്ച് നിന്റെ മക്കൾക്കോ നിന്റെ ഇഷ്ടമുള്ള ആൾക്കാർക്കോ നീ എഴുതി വെക്കണം. അത് എവിടെ എഴുതി വെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആധാരമെഴുത്ത് ഓഫീസിൽ ചെന്നിട്ട് ഒരു ആധാരമെഴുത്തുകാരനെ കണ്ടു കഴിഞ്ഞാൽ അവരതിനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും. ഇപ്പം ഗവൺമെന്റ് പല ടെക്നിക്കൽസ് ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഫില്ല് ചെയ്യാൻ പോകാൻ ഒരു അഭ്യസ്തവിദ്യരായ ആൾക്കാർക്ക് പറ്റത്തുള്ളൂ. അത് ചെയ്യേണ്ടത് സബ് രജിസ്ട്രാർ ഓഫീസറിലാണ്. അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ വിൽപത്രം എന്ന് പറയുന്ന ഈ വിൽപത്രം ലോകത്തിൽ ഒരു മനുഷ്യർക്കും കാണാൻ പറ്റത്തില്ല. അത് രജിസ്റ്റർ ആക്കി അടയ്ക്കും. അതിന്റെ ഒരു കോപ്പി കിട്ടാൻ ഒരാൾക്കും കഴിയത്തില്ല. അതുകൊണ്ട് വിൽപത്രം എന്ന് പറയുന്നത് ഇന്നത്തെ സാമൂഹികമായിട്ടുള്ള ഒരു ആവശ്യമാണ്. അത് ചെയ്യേണ്ടത് ഓരോ മാതാപിതാക്കളുടെയും ചുമതലയാണെന്ന് എനിക്ക് അടിവരയിട്ട് ഈ സമയത്ത് പറയേണ്ടിയിരിക്കുന്നു. ഈ വിൽപത്രം നമ്മൾ തയ്യാറാക്കുമ്പോൾ എത്ര രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ ആയിരിക്കും മിനിമം? നമ്മളെ വിൽപത്രം ആകുമ്പോൾ നിങ്ങൾ കഴിയുന്നത്ര ഒരു അഡ്വക്കേറ്റിന്റെ സഹായം തേടുന്ന ആവശ്യമാണ്. അല്ലെങ്കിൽ വിൽപത്രം എഴുതാൻ ആൾക്കാരുണ്ട്. 600 രൂപയുടെ സ്റ്റാമ്പാണ് നമ്മൾ സാധാരണ പ്രയോഗിക്കുന്നത്. രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണല്ലോ? തീർച്ചയായിട്ടും. നിങ്ങൾ വിൽപത്രം എഴുതിയിട്ട് 4 A4 ഉണ്ട്, 4 ഷീറ്റിൽ, A5 ഉണ്ട്, 5 ഷീറ്റ് എഴുതി വെച്ച് എന്തെങ്കിലും എഴുതി വെച്ചിട്ട് ഭാര്യയുടെ കൊടുത്തിട്ട് മരിക്കുന്നതല്ല, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ എഴുതി കൊടുത്തിട്ട് മരിക്കുന്നതല്ല വിൽപത്രം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്ഥലത്ത്, അതായത് ഞാൻ കൊട്ടാരക്കര അല്ലെങ്കിൽ കലയപുരത്താണ് കലയപുരത്ത്, ഇന്ന് ഗവൺമെന്റ് ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട്, എവിടെയും വിൽപത്രം രജിസ്റ്റർ ചെയ്യാമെന്നുള്ളത്. എനിക്ക് വേണമെങ്കിൽ ഏനാത്തോ അല്ലെങ്കിൽ അടൂരോ കൊട്ടാരക്കര അല്ല തിരുവനന്തപുരത്തോ ഒക്കെ രജിസ്റ്റർ ചെയ്യാം. പക്ഷേ നിനക്ക് എവിടെയാണ് കൺവീനിയന്റ് എന്നുള്ളത് അവിടെ പോയി സബ് രജിസ്ട്രാർ ഓഫീസറെ കണ്ടിട്ട് ഇത് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞ് അതിന്റെ കോപ്പി എടുത്ത് കൈ വെച്ച് അത് ഒളിച്ചു വെക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ വിൽപത്രം സബ് രജിസ്ട്രാർ ഓഫീസിൽ അത് ചെയ്തില്ലെങ്കിൽ അത് പ്രാബല്യത്തിൽ വരത്തില്ല. സാറേ, ഇത് മനഃപൂർവ്വമായിട്ട് എന്തെങ്കിലും കേടുപാട് വരുത്തിയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ വിൽപത്രം ചില പെൺപിള്ളേരുണ്ട്, അങ്ങനെ ചില ആൺപിള്ളേരൊക്കെ ഉണ്ട്. വിൽപത്രം എവിടെങ്കിലും അപ്പനെ ഒരു രഹസ്യമായിട്ട് ലോക്കറിലോ എല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കണ്ടുപിടിച്ചത് കീറിക്കളയും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവമാണ്. ഞാൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇത് കീറിക്കളഞ്ഞാലും ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഒരു മനുഷ്യനും തൊടാൻ പറ്റത്തില്ല. ഇതിന്റെ ഒരു കോപ്പി പോലും കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ വിൽപത്രം എഴുതി രജിസ്റ്റർ ചെയ്തോണം. ഇത് കയറി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല.
സാറേ ഇപ്പം വേറൊരു ചോദ്യം, ഒരു വ്യക്തിയുടെ ഒരു ഭാര്യ മരിച്ചുപോയി, പുള്ളിയുടെ രണ്ടാമത് പുള്ളി ഒരു വിവാഹം കഴിച്ചു, അതിന് മക്കളുണ്ട്, ആദ്യ ഭാര്യയ്ക്ക് മക്കളുണ്ട്. അപ്പോഴേ ഈ രണ്ട് ഭാര്യമാരുടെയും മക്കൾക്ക് തുല്യ അവകാശമായിരിക്കുമോ പുള്ളിയുടെ സ്വത്തില്? ഞാൻ ഒരു കാര്യം പറയാം. ഒരാളുടെ ഭാര്യ മരിക്കുന്നത് സാധാരണമാണ്, ഭർത്താവ് മരിക്കുന്നത് സാധാരണമാണ്. എന്നാൽ ഭർത്താവിന്റെ പേരിലുള്ള സ്വത്തിന്റെ അവകാശം ആദ്യ ഭാര്യയുടെ മക്കൾക്കായിരിക്കും. രണ്ടാമത് കല്യാണം കഴിക്കുന്നത് പള്ളിയിൽ വെച്ചായിരുന്നാലും വീട്ടിൽ വെച്ചായിരുന്നാലും അതിന് മക്കളുണ്ടായി കഴിഞ്ഞാൽ അവർക്ക് അതിനകത്ത് യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ വേണമെങ്കിൽ അവിടെ ഇഷ്ടദാനം കൊടുക്കാനായിട്ട് പറ്റും. ഏതായാലും ആദ്യത്തെ ഭാര്യ മരിച്ചുപോയി, ആദ്യത്തെ മക്കൾക്കുമാണ് അതിന് പൂർണ്ണ അവകാശം ഉള്ളത്. സാറേ ഇപ്പം ഒരു വ്യക്തിക്ക് ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകളെ ഉള്ളൂ, അതിൽ തർക്കിക്കാനായിട്ട് മറ്റാരും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ വിൽപത്രത്തിന്റെ ആവശ്യകതയുണ്ടോ? അത് തർക്കിക്കാനില്ല എന്നുള്ളത് നിങ്ങൾ പറയണ കാര്യമാണ്. തർക്കിക്കാനില്ല എന്ന് ആര് പറഞ്ഞു? നാളെ ഒരു സ്ത്രീ വരികയാണ്, ഈ പൈതൽ എന്റെ നന്ദകുമാറിനുണ്ടായതാണ്, നന്ദകുമാർ എന്റെ ഭർത്താവും കൂടെ ആയിരുന്നു, ഒരു മോനുണ്ട്, ഞാനവിടെ ജോലി ചെയ്ത സമയത്താണ് ഉണ്ടായത്, എനിക്ക് കൊച്ചും കൂടെ ഉണ്ടായി, എന്റെയും കൂടെ ഭാഗമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മകനുണ്ടെങ്കിലും ഒരു മകളുണ്ടെങ്കിലും നിങ്ങൾ വിൽപത്രം എഴുതി എന്റെ അറിവിൽ ഇങ്ങനെ ഒരു മകൻ മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ, അല്ലാതെ നന്ദഗോപാൽ എന്ന് പറയുന്ന എന്റെ ഭർത്താവിന് വേറൊരു ബന്ധമില്ല എന്ന് എഴുതി വെച്ചാൽ അത് പ്രാബല്യത്തിൽ വരും. രജിസ്ട്രേഷൻ നടത്തണം.